എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഹം എന്ന സർവനാമം വെച്ച് കുറച്ച് സ്പോക്കൺ ഹിന്ദി പഠിക്കാം. ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടി കുറച്ച് വാക്യങ്ങൾ മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഹിന്ദിയിലേക്ക് മാറ്റാം. ഹം അല്ലേ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഹം നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹം അല്ലേ, ഹം ഹം ഞങ്ങൾ അല്ലേ, ഞങ്ങൾ. അപ്പോൾ ഇവിടെ ആദ്യത്തെ വാക്യം കാണുന്നില്ല അല്ലേ. ഹം ഞങ്ങൾ, ഹം ഞങ്ങൾ. ഇവിടെ എന്താ ആദ്യത്തെ വാക്യം? ഞങ്ങൾ അനൂപിൻ്റെ മക്കളാണ്. അതെങ്ങനെ ഹിന്ദിയിലേക്ക് മാറ്റാം? ഞങ്ങൾ എന്നുള്ളതിന് എന്താ പറയുക, ഞങ്ങൾ എന്നതിന് ഹം എന്ന് പറയും അല്ലേ. ഹം അനൂപിൻ്റെ എങ്ങനെ പറയാ? അനൂപിൻ്റെ, അനൂപിൻ്റെ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ടല്ലേ. എന്തായിരിക്കും വരിക അവിടെ? അനൂപിൻ്റെ കെ അല്ലേ, അനൂപ് കെ. കുട്ടികൾ എന്നുള്ളത് എന്താ? മക്കൾ, കുട്ടികൾ എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് എന്താണ്? ബച്ചെ. ബച്ചെ കാണുന്നില്ല കുട്ടികളെ, ബച്ചെ. ബച്ചെ ഹേ, ബച്ചെ ഹേ. എന്താ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ് ഹേ എന്നിട്ട് ഒരു കുത്തു അല്ലെ ഒരു ബിന്ദി എഴുതുന്നു അല്ലേ. അപ്പോൾ ഹം അനൂപ് കെ ബച്ചേ ഹേ. ഇനി അടുത്ത മലയാള വേർഡ് എന്താണ്? ഞങ്ങൾ കളിക്കാൻ പോകുന്നു. ഞങ്ങൾ കളിക്കാൻ പോകുന്നു. അപ്പോൾ എന്താ വരിക? ഹം കളിക്കുക എന്നുള്ളതിന് എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിന്. എന്താ കളിക്കുക? ഖേൽന അല്ലേ. കളിക്കുക എന്നതിന് ഹിന്ദി വേർഡാണ് ഖേൽന. കളിക്കാൻ പോകുന്നു എന്താ വരിക? അപ്പോൾ ഹം ഖേൽന എന്നുള്ള എന്തായി മാറും? ഖേൽനെ അല്ലേ. ഖേൽനെ പോകുന്നു. എങ്ങനെ പറയാ? ജാന പോവുക, പോവാൻ പോയെന്ന്, കളിക്കാൻ വേണ്ടി പോയെന്ന് അല്ലേ, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വരിക? ജാ രഹേ ഹേ അല്ലേ. ജാ പോയിക്കൊണ്ടിരിക്കുക, പോകുന്നു അല്ലേ, ഞങ്ങൾ കളിക്കാൻ പോകുന്നു. രഹേ ഹൈ അല്ലേ. അപ്പം കുത്തുണ്ട്. അപ്പോൾ ഹമ്മാണ്, അതുകൊണ്ട് രഹേ ഹേ അല്ലേ, ഹേക്ക് ഒരു കുത്ത് വരുന്നു. അപ്പം ഇനി അടുത്ത് നമുക്ക് വേറെ നോക്കാം. ഞങ്ങൾ നാളെ സർക്കസ് കാണാൻ പോകും. ഞങ്ങൾ നാളെ സർക്കസ് കാണാൻ പോകും. അതെങ്ങനെ പറയും? ഹം നാളെ. നാളെ എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ അല്ലേ. നാളെ പോകുന്നത് അല്ലേ. സർക്കസിന് സർക്കസ് തന്നെ, സർക്കസ്. അല്ലെങ്കിൽ രേഫ്ജിന് ഇട്ടിട്ടും പറയും സർക്കസ്. സർക്കസ് ഇങ്ങനെ. അപ്പോൾ ഈ രാ വേണ്ട, ഈ രേഫ് ചിഹ്നം മതി. അപ്പോൾ സർക്കസ്
സർക്കസ്. കാണുക, കാണുക എന്ന് പറയുന്നതിൻ്റെ ഹിന്ദി വേർഡ് എന്താണ്? ദേഖിന. അപ്പം കാണാൻ പോകും എന്നാണ് പറയുന്നത്. അപ്പം ദേക്കിനെ ഇവിടെ പോകുന്നു അല്ലേ, പോകും എന്ന് പറയുമ്പോൾ ഇവിടെ എന്താവുന്നത്? ജാരഹേ. അപ്പം കാണാൻ പോകും എന്നുള്ളത് എന്ത് വരും? ദേക്കിനെ. ദേക്കിനെ എന്ത് വരും? ജാരഹേ അല്ലേ, കാണാൻ പോകും. ജാ രഹേ ഹേ. കുത്തുവേണ്ട ഇവിടെ വേണം. ഇനി അടുത്തെന്താ? ഞങ്ങൾ 2 പട്ടികളെ വളർത്തുന്നു. ആര്? ഞങ്ങൾ 2 പട്ടികളെ വളർത്തുന്നു. അപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ തന്നെ. ഹം 2 പട്ടികളെ. അപ്പം എന്താ പറയുക? എന്നാ പട്ടികൾക്ക് പറയുക ഹിന്ദിയിൽ 2-നെന്നാ പറയുക? ദോ അല്ലേ. ദോ. പട്ടികൾക്ക് എന്താ പറയുക? കുത്ത അല്ലേ, കുത്ത. അപ്പോൾ 2 പട്ടികൾ. അപ്പോൾ എന്തായി? ദോ കുത്തേ. വളർത്തുന്നു. വളർത്തുക എന്നതിൻ്റെ ഹിന്ദി വേർഡ് എന്താണ്? പാലന. പാലന. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? വളർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് 2 പട്ടികളുണ്ട്, അവർ 2 പട്ടികളെ വളർത്തുന്നുണ്ട്. അപ്പം കുത്തേ പാൽ രഹേ ഹേ. രഹേ ഹേ. അപ്പോൾ 2 വര, ഒരു കുത്ത് അല്ലേ, രഹേ ഹേ. അപ്പോൾ ഹം 2 കുത്തേ പാൽ രഹേ ഹേ. ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. ഞങ്ങൾ ഡാൻസ് ചെയ്യും. അപ്പോൾ എന്താ പറയുക? ഞങ്ങൾ ഡാൻസ് ചെയ്യും. അപ്പോൾ എന്താ? ഹം നാച്ചേങ്കെ അല്ലേ, നാച്ചേങ്കെ. നാച്ചിന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡാൻസ് ചെയ്യുക. ഹം നാച്ചേങ്കെ. ഞങ്ങൾ ഡാൻസ് ചെയ്യും. നാച്ചേങ്കെ. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പം ഇവർ പണ്ടേ ക്രിക്കറ്റ് കളിക്കലുണ്ട്. അപ്പം ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എന്താ വരിക? ഹം ക്രിക്കറ്റ്. ഇംഗ്ലീഷ് വേർഡാണ്. അപ്പം ക്രിക്കറ്റ്. കളിക്കുക എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക് എന്താണ്? ഖേൽന അല്ലേ. അപ്പം കളിക്കാറുണ്ട്. ക്രിക്കറ്റ് കളിക്കുക അല്ലേ, കളിക്കാറുണ്ട്. എന്താ? ഖേൽത്തേ ഹേ അല്ലേ, ഖേൽന. അപ്പം കളിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഖേൽത്തേ ഹേ അല്ലേ. എന്താ? ഒന്നിലധികം ആൾക്കാരുള്ളത് കൊണ്ടാണ് ഹേ എന്നിട്ടു ഒരു ബിന്ദി, ഒരു കുത്തും കൂടി ഇടുന്നു അല്ലേ. അപ്പോഴേ അത് എന്താ ഗ്രാമർ ശരിയാവുന്നുള്ളൂ. ഹം ക്രിക്കറ്റ് ഖേൽത്തേ ഹേ അല്ലേ. ഹം ക്രിക്കറ്റ് ഖേൽത്തേ ഹേ. ഇനി നമുക്ക് അടുത്തത് പറയാം. അടുത്തതെന്താ? ഞങ്ങൾ ഇന്നലെ വൈകിയാണ് വന്നത്. ഞങ്ങൾ ഇന്നലെ നേരം വൈകി അല്ലേ. അപ്പം എങ്ങനെ പറയാം? ഹം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ അല്ലേ. ഹം. ഇന്നലെ എന്നുള്ള വേർഡ് മുന്നേ പഠിച്ചു. എന്താ? കൽ. ഹം കൽ. വൈകി അല്ലേ. നേരം വൈകിട്ട് വരും. ദേർ സെ അല്ലേ. വൈകിയാണ് വന്നത്. ദേർ സേ ആയേ. അപ്പോൾ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ, കഴിഞ്ഞു പോയ കാര്യം. അപ്പോൾ ദേർ സേ ആയേ. ഹം കൽ ദേർ സേ ആയേ. അപ്പം ഇതെന്താ? ഇത് നമ്മളെപ്പോഴും കളിക്കാറുണ്ട് എന്നുള്ള കാര്യമാണ് അല്ലേ. ഇത് കഴിഞ്ഞ കാലം. ഇത് ഇപ്പം വർത്തമാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് ഭാവിയിൽ നമ്മൾ കളിക്കും അല്ല, ഡാൻസ് ചെയ്യും. നമുക്ക് ഡാൻസ് അറിയാം എന്നുള്ള കാര്യം അല്ലേ. അപ്പം അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം.
അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹം കൽ ദേർ സെ ആയേ, हम क्रिकेट खेलते हैं, हम 2 कुत्ते पा रहे हैं, हम कल സർക്കസ് देखने जा रहे हैं. അപ്പം ഇത് രഫ് ചിഹ്നം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് രാന്ന് അന്ന് ഇവിടെ രഫ് ചിഹ്നം രായ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ हम अनूप के बच्चे हैं, अनूप के बच्चे, हम अनूप के बच्चे हैं, हम खेलने जा रहे हैं, हम कल സർക്കസ് देखने जा रहे हैं. ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ. हम 2 कुत्ते पाल रहे हैं, हम नाचेंगे अല്ലേ, हम नाचेंगे, हम क्रिकेट खेलते हैं, हम कल देर से आए. അപ്പം എന്ത് മനസ്സിലായി? ഹം വെക്കുമ്പോൾ അല്ലേ, ഹം അല്ലേ, ഹം വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഹിന്ദിയിലേക്ക് എഴുതാൻ പറ്റുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഇതുപോലെ മറ്റുള്ള വാക്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.